ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ സ്വന്തം ദുബായിലേക്കല്ല, നമ്മൾ ബാംഗ്ലൂരിലുള്ള നമ്മുടെ ദുബായിയുടെ സ്വന്തമായ നമ്മുടെ യൂസുഫ് അലിഖാൻ്റെ ലുലു മാർക്കറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം ലുലു മാർക്കറ്റ് വന്ന് നമ്മുടെ ബാംഗ്ലൂർ കംപ്ലീറ്റ് ആയിട്ട് അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. ഇഷ്ടം പോലെ തിരക്കാന്ന് പറയാൻ നല്ല റഷും കാര്യങ്ങളും ആണെന്നാണ് പറയുക. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് അങ്ങോട്ടൊരു കാൽവയ്പ്പാണ്. നമ്മുടെ മലയാളികളുടെ സ്വന്തം ലുലു ഗ്രൂപ്പ്സിൻ്റെ എങ്ങനെയാണ് നമ്മുടെ ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ എന്നാണ് നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കിടുക്കാച്ചി ലുലു മാൾ. അങ്ങനെ നമ്മൾ മാൾ എൻട്രി ആയി. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻട്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. പാർക്കിംഗ് എടുക്കണം. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള നമുക്ക് എൻട്രി ഉണ്ട്. ഒന്ന് നമുക്ക് മഗടി റോഡ് എൻട്രി, ഒന്ന് രാജാജിനഗർ റോഡ് എൻട്രിയുമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും വരാനുണ്ട്, റോബിനും എല്ലാവരും വരാനുണ്ട്. അപ്പോൾ റോബിനും കൂട്ടുകാരും, റോബിന് സിനീഷ് അതുപോലെ നൈജു, ഇവർ മൂന്നുപേരും വരാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും കൂടെ അവർ വരാമെന്നല്ല, അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവരിവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുക. അപ്പോൾ അവരെയും കാണാനുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകുന്ന റൂട്ടാട്ടോ. നല്ല കിടുക്കച്ച സ്ഥലമല്ല, നോക്കൂ. പാർക്കിംഗ് എല്ലാം നല്ല പക്ക പാർക്കിംഗ് ആട്ടോ. എല്ലാം നല്ല സെറ്റപ്പ് കാര്യങ്ങളും എല്ലാം ആണ്. ഞങ്ങൾക്ക് വേറൊരു ഇത് തോന്നിയത്, ഇവിടെ 2 വീലേഴ്സ് 4 വീലേഴ്സും പാർക്കിംഗ് ഉണ്ട്. നമുക്ക് പുറത്ത് കണ്ടായിരുന്നു ഏകദേശം 1750 കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് തന്നെയുണ്ട്. പിന്നെ ഇവിടെ കണ്ടായിരുന്നു ഓരോ വണ്ടി ഇന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് ഞങ്ങൾ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഭയങ്കര റഷ് എന്ന് പറയാൻ ഒടുക്കത്തെ റഷായിരുന്നു. ഇന്നിപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറയായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെയും ഡിക്കി ഇപ്പോൾ പുള്ളിക്കാരൻ പോയി ചെക്ക് ചെയ്തു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യുക, അവർ ക്ലോസ് ചെയ്തു, നമ്മളെ വിടുക, അത്രേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് നമ്മളും പോകുന്നു അവിടെ നിന്ന്. നമുക്കിനി മെയിനായിട്ട് നമുക്ക് പാർക്കിംഗ് കണ്ടെത്തുക എന്നുള്ളൊരു വലിയ റിസ്ക്കാണ്. ഇവിടെ നിന്ന് അത്രയ്ക്ക് കട്ടയാണെങ്കിൽ കാണിച്ചാൽ കിടുക്കച്ചയാണ്. കണ്ടോ, ഇവിടെ ശരിക്കും പേ ആൻഡ് പാർക്കാണ് ശരിക്കും ഉള്ളത്. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നോ ഇല്ല. എനിക്കറിയില്ല, അത്രയും റഷ് ആയതുകൊണ്ടായിരിക്കണം, എനിക്കറിയാം. എന്തായാലും ഇപ്പോൾ പേ ആൻഡ് പാർക്ക് ഇപ്പോൾ അവൈലബിൾ ഇല്ല എന്തായാലും. പക്ഷേ നിറച്ചും പറയും, കണ്ടോ, മുകളിലും താഴെയായിട്ടെല്ലാം കംപ്ലീറ്റ് പാർക്കിംഗ് ആണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, 1750 കാർ പാർക്കിംഗ് എന്നെല്ലാം പറയുമ്പോൾ എന്നെ സെറ്റപ്പ് ആയിരിക്കും. പാർക്കിംഗ് തന്നെ ഏകദേശം ഒരു 3 ഫ്ലോറിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് പാർക്കിംഗ് വരുന്നുണ്ട്. എനിക്ക് എന്തായാലും ഈ ഒരു സ്ട്രക്ചർ ശരിക്കും ഇത്രയും ഫെസിലിറ്റി ഉള്ള വേറൊരു മാളും ഉണ്ടാവില്ല പാർക്കിങ്ങിനായിട്ട്. അത്രയും പാർക്കിംഗ് സൗകര്യമാണ് കംപ്ലീറ്റ് ആയിട്ട് ഇവർ കൊടുത്തിട്ട്. എനിക്ക് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത്രയും പേരെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അത്രയും വണ്ടികൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ബിഗ് ഡീലാണ് ശരിക്കും പറയാം, ബിഗ് ഡീൽ. അതുപോലെ തന്നെ ബൈക്ക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട്. എന്തായാലും നമുക്ക് ഇനി മാളിൻ്റെ അകത്ത് കയറിയിട്ട് വിശേഷങ്ങൾ പറയാം. പിന്നെ എനിക്ക് ഇവിടെ തോന്നിയൊരു വലിയൊരു പ്രത്യേകതയാണ്, നമ്മളിവിടെ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് വണ്ടിക്കെല്ലാം പാർക്ക് ചെയ്യുന്നിടത്ത് ഓരോ നമ്പർ ഇങ്ങനെ കൊടുക്കണം. ഇവിടെ 526 അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കട്ട പുകയായിട്ട് മൂഞ്ചും. അതുകൊണ്ട് അത് ഓർക്കണം. പലയിടത്തും പാട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പലയിടത്തും ഞാനത് കട്ട് ചെയ്ത് മാക്സിമം ഞാനത് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലിഫ്റ്റ് കയറി നോക്കി നമ്മുടെ മെയിൻ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ബേസ്മെൻറ്റ് 2ലാണ് ഉള്ളത്. സോ കണ്ടോ, അപ്പ് ഗ്രൗണ്ട്, ലോവർ ഗ്രൗണ്ട് എന്ന് പറയും, 1, 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശരിക്കും നമ്മുടെ മഗടി റോഡിൽ നിന്ന് വരുന്നുള്ള എൻട്രി. അപ്പം ഇവിടെയാണ് റോബിനും പിള്ളേരെല്ലാം വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അവന്മാർക്ക് വേണ്ടി നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓൾറെഡി അവരിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, നിത്യം അത് തപ്പാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരിവിടെ എവിടെയോ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മറ്റന്മാരെല്ലാം സ്പോട്ടുകൾ സിനീഷ്, റോബിന്, അതുപോലെ നൈജു എല്ലാവരും ഉണ്ട്. പിന്നെ നൈജുവിൻ്റെ കല്യാണം കേട്ടോ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നതാണ് നൈജുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൻ്റെ ഒരു കെയർ ഓഫിലാണ് ആക്ച്വലി നമ്മുടെ ഈ ഷോപ്പിംഗ് എല്ലാം വന്നിരിക്കുന്നത്. മെയിനായിട്ട് അവന് കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെന്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ പർച്ചേസ് ചെയ്ത് പോകാമെന്നുള്ള പ്ലാൻ. പിന്നെ നമുക്കിവിടെ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഇതുണ്ട് വെസ്റ്റ് സൈഡ്സ്, പെൻഡലോൺസ് ഉണ്ട്, പ്യൂമ, അങ്ങനെ എന്ത് വേണോ അതിൻ്റെ എല്ലാം ബ്രാൻഡ് ഉണ്ട്. ഡ്രസ്സിൻ്റെ ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റംസ് ആണ്, അതിൻ്റെ ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട്. ഷൂസ് ആണ്, അതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ശരിക്കും എല്ലാം ഒരു ഫെസിലിറ്റി ഉള്ള മാളാണ്. നല്ല കിടുക്കാച്ചി മാളാട്ടോ, നല്ല കാണാനും ഭംഗിയെല്ലാം ഉണ്ട് നല്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും നല്ല ഷോപ്പിംഗ് തുടങ്ങാനുള്ള പ്ലാനിലായിട്ട് എല്ലാം ഓരോ കടകളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് കണ്ടോ നല്ല നല്ല വിശേഷങ്ങൾ കാണാം. അപ്പം നല്ല നല്ല ഐറ്റംസ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്നായിരിക്കും ഞങ്ങൾ.
എപ്പോഴും ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യം തന്നെ നിത്യയാണ് ഇറങ്ങിയിരിക്കുന്നത്. നിത്യ ഫുള്ള് കംപ്ലീറ്റ് ലേഡീസ് സെക്ഷൻ മൊത്തം കവർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓരോ സൈഡും ഇതെല്ലായിട്ട് നല്ല ക്ലോത്ത്സും ക്വാളിറ്റിയുള്ള ക്ലോത്ത്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചെപ്പൽസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇച്ചിരി പ്രൈസിങ് കുറച്ച് നമുക്ക് ഹൈ ആയിട്ട് തോന്നി. പക്ഷേ ഒരു വലിയ മാളാണ്. അപ്പം മാളിൻ്റെ അകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചെരുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് പ്രൈസിങ്ങിന് കുറച്ച് കൂടുതൽ വരും. അതല്ലാതെ നോക്കിയാൽ നല്ലതാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ നമുക്ക് എല്ലാ ബ്രാൻഡും ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് തേടി കഷ്ടപ്പെട്ട് നടക്കേണ്ട, നമുക്ക് എല്ലാ ബ്രാൻഡും ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. അതാണ് മെയിൻ പ്രത്യേകത. പിന്നെ എന്ത് കണ്ടോ, ഇവിടെ ജാക്ക് ആൻഡ് ജോൺസ് അങ്ങനെ പല ബ്രാൻഡ് ഉണ്ട് കേട്ടോ. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡുകൾ പലതും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ഫ്ലോറും കാണിച്ചു തരാം. ഇതാണ് ശരിക്കും ഏറ്റവും താഴെ നിന്ന് കയറി വരുന്ന ഫ്ലോർ. അങ്ങനെ മുകളിലുണ്ട്. അപ്പം നമ്മൾ ഓരോ നിലയായിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കുറേ അടുത്ത് കടകളും ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ ആണെങ്കിൽ എല്ലാ ബ്രാൻഡ്സും തന്നെ ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. പല ഷോപ്സും ഇനി വരുന്നേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് മന്തിലും വരുന്നവർക്കാണ് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ഇവിടെ ഓപ്പൺ ആയിരിക്കും. അതൊക്കെയാണ് വലിയ പ്രത്യേകത. കാരണം എനിക്ക് ഓൾറെഡി വാങ്ങി കഴിഞ്ഞു കുറച്ച് സാധനങ്ങളെല്ലാം. ഇനി ഞങ്ങൾ മെല്ലെ നമ്മുടെ ഇലക്ട്രോണിക് സെക്ഷനിലോട്ട് പോയപ്പോഴാണ് എൻ്റെ പൊന്നും ഒന്നും പറയണ്ട, ഒരു കിടക്കാച്ച സംഭവമാണ് ഞങ്ങൾ കാണിച്ചത്. ഇപ്പോൾ ഫ്രിഡ്ജ് സെക്ഷനാണ്. ഫ്രിഡ്ജിൻ്റെ ഒരു സംഭവമാണ് ഈ ഫ്രിഡ്ജുണ്ട്. ഈ കറുത്ത കളറിലുള്ള ഫ്രിഡ്ജിൻ്റെ വില എന്ന് പറയാൻ 1.25 ലക്ഷമാണ്. 1,20,500 രൂപയുടെ ഫ്രിഡ്ജാണ് മച്ചന്മാരെ ഈ കാണുന്നത്. അങ്ങനെ വിശപ്പിൻ്റെ വെളി വന്നപ്പോൾ ഞങ്ങൾ ചെറിയൊരു മന്തി കഴിക്കാനായിട്ട് കയറി. നമ്മൾ ചിക്കൻ മന്തിയും പിന്നെ അൽഫാമും ഒരു ഹാഫും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗെയിമിംഗ് സെൻറ്ററിലോട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പ്യൂറായിട്ട് നമ്മുടെ പിള്ളേർക്കെല്ലാം വന്ന് തകർത്ത് ആഘോഷിക്കാൻ പറ്റുന്ന എല്ലാവിധ സംഭവം ഉണ്ട് കേട്ടോ. ഈ ബാംഗ്ലൂരിലുള്ള ഏത് മാൾ വെച്ച് നോക്കി ഇത്രയും പിള്ളേർക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ ഗെയിമിംഗ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്ന ഒരു മാളും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ മാളിലും പോയിട്ടുണ്ട്. അവിടെ എവിടെയും ഇതുപോലെ സെറ്റപ്പായിട്ട് എല്ലാവിധ ഐറ്റംസും ഉണ്ട്. നമ്മൾ ഇൻഫൻസ് മുതൽ 10, 20, 30, 40 വയസ്സുള്ളവർക്ക് വരെ ഉള്ള ഗെയിമിംഗ് സെൻറ്ററാണ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. ഓരോ വെറൈറ്റി ആയിട്ട് ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ കാണുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള, ചെറുപ്പം പോലെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇതിലൊന്നും എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് മെയിൻ പ്രശ്നം ഇവിടെ വീഡിയോ എടുക്കാൻ ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടുണ്ട്. കാരണം ഭയങ്കര വോയിസും കാര്യങ്ങളെല്ലാം ഭയങ്കര പാടാണ്. ഒന്നും നമ്മൾ പറഞ്ഞത് ഞാൻ കുറേ വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊന്നും ഞാൻ പറഞ്ഞത് ഒന്നും തന്നെ ക്ലിയർ ഇല്ല. അതെല്ലാം നമ്മൾ മാറ്റി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറേ അടുത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. എന്ന് പറയുക നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല. ക്യാമറ അല്ല, വീഡിയോ ഷൂട്ട് ചെയ്യാൻ അലൗ അല്ല. ഇത് കണ്ടത് നല്ല രസമായിട്ടൊക്കെ നമുക്ക് ഒരു നല്ല ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കറക്കുന്നൊരു സംഭവമാണ്. നല്ല അടിപൊളിയായിരുന്നു. നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് വല്ല ഇൻഡിക്കേറ്റർ നല്ലോണം കണ്ടുകൊണ്ടിരുന്നത്. ഓരോ ഗെയിമിംഗ് ആയിട്ടും ഒരു പ്രത്യേകത എന്താണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. നല്ല തിരക്കുമാണ്. പിള്ളേരെല്ലാം വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാണ്. ശരിക്കും പേരൻസിൻ്റെ കൂടെ വന്നിട്ട് ഇതുണ്ട്. കുഞ്ഞു പിള്ളേർക്കുള്ള വേറൊരു സംഭവമാണ്. കുറച്ചുകൂടി പ്രായം കുറഞ്ഞ പിള്ളേർക്കുള്ള എല്ലാ ലെവലുള്ള പിള്ളേർക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ നമുക്ക് എസ്പെഷ്യലി ഫാമിലി ആയിട്ട് വരുമ്പോൾ തകർക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അതുണ്ട് ഒരു ക്രേസി ഐറ്റമാണ് കണ്ടോ, ഒരു മനുഷ്യൻ മുകളിൽ കൂടെ പോകുന്നത് അടിപൊളിയായിട്ട്. ഇതൊന്നും ഞാനത് ശരിക്കും വേറൊരു മാളിലും കണ്ടിട്ടില്ല. ഈവൻ കേരളത്തിൽ പോലും ഇങ്ങനത്തെ സംഭവം ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എസ് ടി തിയേറ്റർ ഗെയിമിംഗ് സെക്ഷനിലാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ പിന്നെ ബൗളിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവതും കൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മെയിൻ സെൻറ്റർ. അപ്പം ഞങ്ങളെല്ലാം പോയി കളിച്ചിട്ടത് ഉണ്ട്. ഈ ചിക്കൻ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. ഇത് ഇനിയും കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഗെയിമിംഗ് സെൻറ്ററിൽ നമ്മൾ മെല്ലെ താഴോട്ടെല്ലാം ഇറങ്ങി. അങ്ങനെ നമ്മൾ ലൂലു ഫാഷൻ സ്റ്റോറിലെത്തി. ലൂലു ഫാഷൻ സ്റ്റോർ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. പക്ഷേ ക്യാമറ അലൗഡ് അല്ല എന്നാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് അറിയില്ല പറ്റിയ വീഡിയോ എടുക്കുന്നത്. എന്തായാലും മച്ചന്മാർ ആ ഫ്ലോറിൽ അലൗഡ് അല്ലായിരുന്നു. എന്തായാലും നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്കിനി കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം കാണണം. അതിനു മുമ്പ് വാഷ്റൂമിൽ പോകണം. വാഷ്റൂമെല്ലാം കിടുവായിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ്നെസ് ആണ്. കംപ്ലീറ്റ്ലി ഞാൻ കാണിച്ചാൽ കണ്ടത് നല്ല ക്ലീനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. എന്തായാലും ഓരോ അവറിൽ ക്ലീനിങ്ങിലുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ വാഷ്റൂം ഫെസിലിറ്റീസിലുണ്ട്. കണ്ടോ നല്ല രസം കേട്ടോ. നമ്മുടെ വീടെല്ലാം പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് അവർ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ലുലു കണക്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസാണ് മച്ചന്മാർ ഇവിടെ കംപ്ലീറ്റിൽ. അപ്പോൾ സിനീഷ് കൊണ്ട് നേരത്തെ തന്നെ മേടിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കൊടുത്തു. ഇനി ഞങ്ങൾ എല്ലാവരും ലൂലു കണക്റ്റിൽ കയറി ഒന്ന് കറങ്ങട്ടെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. ലൈറ്റിന് നോക്കിയത് ലൈറ്റിന് അമ്മയ്ക്കൊരു വാച്ച് വാങ്ങാനായിരുന്നു. വാച്ച് ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഒരു വാച്ച് എടുത്തു. ലൈറ്റിന് ഒരു വാച്ച് എടുത്തു. മാരേജ് എടുത്തു. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം വീട്ടിലോട്ട് നോക്കിയാലോ എന്നുള്ള പ്ലാൻ ഞങ്ങൾ ലൈറ്റിനുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഞങ്ങൾ ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ പുറകെ ഓരോന്നായിട്ട് തേടി തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഹോം അപ്ലയൻസിൻ്റെ ഇതിലോട്ടും പോയി. കാരണം അവിടെയും കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലോട്ട് മേടിക്കാൻ പറ്റിയ നല്ല നല്ല സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് പിന്നീട് നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടത്
കിടുക്കാച്ച് വാഷിംഗ് മെഷീനാണ്. നല്ല കിടുക്കാച്ച് വാഷിംഗ് മെഷീൻ ഒന്നും പറയാനില്ല. നല്ല എല്ലാവിധ ഐറ്റംസാണ്, പല വെറൈറ്റികളുണ്ട്. അതുപോലെ നമ്മുടെ ഗോപ്രോ 9 വച്ചമാരെ നമ്മുടെ ടാസ്ക് ലിസ്റ്റിലാണ്. നമ്മൾ ഗോപ്രോ 9 അല്ല, നമ്മൾ ഗോപ്രോ 10 തന്നെ വാങ്ങുന്നതായിരിക്കും. അത് നമ്മുടെ മെയിനിലൊരു ടാസ്ക് ലിസ്റ്റിലുള്ളതാണ്. എന്തായാലും നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല 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 വെറൈറ്റി ഐറ്റംസ് എല്ലാം ആണ് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ പിള്ളേർക്കുള്ള ചെറിയ സൈക്കിളും കാര്യങ്ങളെല്ലാം നല്ല രസമായിട്ട് ഇതെല്ലാം കാണുമ്പോൾ ഒരു ശരിക്കും അടിപൊളിയാണ്. നല്ല വെറൈറ്റി കളക്ഷൻസാണ്. എല്ലാ ഐറ്റംസും നമുക്ക് ഈ ലുലുവിൻ്റെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ എത്തി. നമ്മുടെ മെയിൻ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇത്. അപ്പോൾ നമ്മളിനി ബേസ്മെൻറ്റ് 2 നമുക്ക് ലിഫ്റ്റിലാണ് പോകേണ്ടതുള്ളത്. അതിനുവേണ്ടി നമ്മളെല്ലാവരും താഴെ എത്തിയിരിക്കുന്നു. ഓൾറെഡി റോബിനെല്ലാം താഴെ പോയി. റോബിനും ലൈച്ചും സിനീഷും താഴെ എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. രാവിലെ വന്ന് കയറിയത് ഇപ്പം തിരിച്ചിറങ്ങുന്നതിന് രാത്രിയാണ്. നമുക്ക് സമയം പോകുന്നത് ഒട്ടും അറിയില്ല കേട്ടോ. അതുകൊണ്ട് നല്ല വ്യൂ ആട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇതിനെ ക്ലിയർ ആയിട്ടുള്ള വ്യൂ കാണിച്ചുതരാം കണ്ടോ. എന്നാ കിടുക്കച്ച് വ്യൂ ആണ് കണ്ടോ. ലുലു മാർക്കറ്റ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല കിടുക്കച്ച് മാളാണ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, നമ്മുടെ രാജാജിനഗറാണ് ഈ മാളുള്ള. എല്ലാവരും വന്നത് കണ്ടു പോയേക്കാം. ഗൈസ് ആയാലും ഒരു രക്ഷയില്ലായിരുന്നു. നല്ല കട്ട തിരക്കായിരുന്നു. എന്തായാലും നിത്തിൽ ഇവിടെ പോത്തുപോലെ ഉറക്കമായി. ലുലു മാൾ കറങ്ങി ഏകദേശം ഒരു 5 മണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ലൊരു ടൈമിംഗ് ആയിരുന്നു. നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയിലെല്ലാം ആയിട്ട് പോകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാനുള്ള ഇഷ്ടം പോലെ സംഭവവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല അന്തരീക്ഷമാണ്, നല്ലൊരു ആംബിയൻസും കാര്യങ്ങളെല്ലാം ആണ്. അടിപൊളിയായിട്ട് ലുലു മാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സെറ്റപ്പായിട്ട്. ഒരേ ഒരു പ്രശ്നം നമുക്ക് പാർക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് കിട്ടും. എക്സ്പെഷ്യലി നമ്മൾ ഹോളിഡേയ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ സൺഡേയ്സ് എല്ലാം ആണെങ്കിൽ പോകുന്നെങ്കിൽ കുറച്ച് നേരത്തെ പോവുക. കാരണം നമ്മളൊരു ഈവനിങ് ടൈം ആകുമ്പോൾ പോകുന്നത് ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 2 എൻട്രി ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് രാജാജിനഗർ വഴി എൻട്രി ചെയ്യാം, അതുപോലെ അല്ലെങ്കിൽ മഗഡി റോഡ് വഴി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. 2 എൻട്രി ഉണ്ട്. എനിക്ക് തോന്നുന്നു മഗഡി റോഡാണ് എൻട്രിയിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള. കാരണം തിരക്ക് പൊതുവെ കുറവായിരിക്കും. എല്ലാവരും തന്നെ രാജാജിനഗർ എൻട്രിയാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. മഗഡി റോഡ് വഴി വരുന്നവർക്കാണെങ്കിൽ അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള എൻട്രി, സുഖമായിട്ടുള്ള വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. രാജാജിനഗർ എൻട്രിയാണ് കുറച്ച് കാര്യങ്ങളും തിരക്കെല്ലാമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ദുബായിയുടെ സ്വന്തം ലുലു മാൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗുമായി കാണും വരെ ദിസ് ഇസ് ജിംബി ജോയ് സൈനിങ് ഓഫ്. അതിൻ്റെ കൂടെ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. സീ യു ഗൈസ്.